അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഏകദേശം 5 മണിക്കൂർ യാത്രയ്ക്ക് ശേഷം ഇതാ ജസീന അവിടെ സൗദി അറേബ്യയിലെ എയർപോർട്ടിൽ ഫ്ലൈറ്റ് ഇറങ്ങുന്നു. അവൾക്ക് എന്തൊക്കെയോ ഭയം തോന്നി. പഠിച്ചോനെ, ഞാൻ എങ്ങോട്ടാണ്? ഈ അറിയാത്ത രാജ്യത്തിൽ വന്നിട്ട് അറിയുന്ന ഒരാൾ പോലുമില്ല. ആ ഇത്തയും വന്നില്ല. എന്തൊക്കെയായി തീരുമാവോ? അവൾ ഭയത്തോടെ അതാ എയർപോർട്ടിൻ്റെ ചെക്കിങ്ങും കാര്യങ്ങളും കഴിഞ്ഞ് അവിടേക്ക് ഇറങ്ങുന്നു. തൻ്റെ കയ്യിൽ കരുതിയ ആ ഒരു ലഗേജ് അതവൾ വലിച്ചുകൊണ്ട് എങ്ങോട്ട് പോകണം, എന്ത് ചെയ്യണം എന്നൊന്നും അവൾക്ക് അറിയുന്നേയില്ല. പെട്ടെന്ന് ആൾക്കൂട്ടത്തിനിടയിൽ ഒരു ഈങ്ങിയ വസ്ത്രം ധരിച്ച ഒരാളതാ വരുന്നു. ശരിക്കും ഒരു വലിയൊരു കന്തൂറയാണ് അയാൾ ധരിച്ചിരിക്കുന്നത്. സാധാരണയായി അറബികളുടേത് പോലെ അത്ര വൃത്തിയും സ്മെല്ലും ഉള്ളതല്ലായിരുന്നു. അത് കുറച്ച് ഈങ്ങിയ രീതിയിലുള്ള കന്തൂറയായിരുന്നു. നേരെ അവളുടെ നേരേക്ക് വന്നുകൊണ്ട് എന്തൊക്കെയോ അറബിയിൽ സംസാരിച്ചുകൊണ്ട് അവളോട് നടക്കുവാൻ വേണ്ടി ആവശ്യപ്പെടുന്നു. അയാളുടെ ആ മുഖം കണ്ടപ്പോൾ തന്നെ ശരിക്കും അവൾക്ക് ഭയമായി. പഠിച്ചോനെ, ഇതെന്താ ഇങ്ങനത്തെ അറബികളും ഉണ്ടാവുമോ? ഇനി കാട്ടറബി മറ്റോ വല്ലതും ആയിരിക്കുമോ? എന്താണെന്നറിയില്ല. അവൾ അയാളുടെ പിന്നാലെ ഒരു പൂച്ചക്കുട്ടിയെ പോലെ നടന്നു, അവളുടെ ബാഗും വലിച്ചുകൊണ്ട്. അയാളുടെ പിന്നാലെ കുറച്ച് സമയം ചെന്നപ്പോൾ അവൾ ഓർത്തു, ഇത്ത തന്ന ആ ഒരു ഫോണ്, ആ ഫോണിലേക്കൊന്ന് വിളിച്ച് സംസാരിച്ചാലോ, ഇയാൾ തന്നെയാണോ എന്ന്. പക്ഷേ എന്താണെന്നറിയില്ല, സിമ്മ് ഇവിടുത്തതാണോ അവിടുത്താണോ ഇട്ടത് അതൊന്നും ഞാൻ നോക്കിയിട്ടുമില്ല. എൻ്റെ കയ്യിൽ തന്ന ഈ ഒരു ഫോണാണിത്. ഇതിനെക്കുറിച്ച് ഒന്നും ഞാൻ ചെക്ക് ചെയ്തിട്ടുമില്ല. അവൾ അതാ അയാളുടെ പിന്നാലെ പേടിച്ചുകൊണ്ട് നടക്കുന്നു. കുറച്ചു ദൂരം കഴിഞ്ഞപ്പോൾ സാധാരണയായി ടാക്സി ഇടുന്ന ആ ഭാഗത്തല്ലായിരുന്നു, അയാൾ കുറച്ച് അപ്പുറത്തായിട്ടായിരുന്നു ടാക്സി ഇട്ടിരുന്നത്. ശരിക്കും അവൾക്ക് ഭയം തോന്നി. എന്തൊക്കെയോ അറബിയിൽ പറയുന്നുണ്ടെങ്കിലും എനിക്ക് ഒരക്ഷരം ഉരിയാടാനായില്ല. വീണ്ടും അയാൾ ചോദിക്കും, മാസ്മുഖ്. പക്ഷെ അറിയുന്നില്ല എന്താണ് ഈ മാസ്മുഖ് എന്ന് പറഞ്ഞാൽ, എനിക്കറിയുന്നില്ലല്ലോ. വീണ്ടും അയാൾ തുടർന്ന് ദേഷ്യപ്പെടുമോ എന്ന് അവൾ ഭയന്നു. അവൾ കൈകൊണ്ട് ഇങ്ങനെ നോ കാണിച്ചു. അയാൾ അവളെ ആശ്വസിപ്പിക്കുന്ന രീതിയിൽ എന്തോ ഒന്ന് പറഞ്ഞു. ഒരു വണ്ടിക്ക് നേരെ ചൂണ്ടി, അതാ അതിലേക്ക് കയറിക്കോ എന്നുള്ള രീതിയിൽ. ഭാഷ ഒരു തരി പോലും അറിയുന്നില്ല. അവിടെ എത്തിയപ്പോൾ സാധാരണ സ്കൂളിലും മദ്രസയിലും പഠിച്ച അറബിയുമല്ല. അവിടെ എത്തിയപ്പോൾ എന്തൊക്കെയോ ഒരു മാറ്റങ്ങൾ അവൾക്ക് ശരിക്കും തോന്നി. അല്ലെങ്കിലും നമ്മൾ എഴുതുന്ന മലയാളമല്ലല്ലോ വായിക്കാറുള്ളത്. അതുപോലെ തന്നെ അത് ഒന്നുകൂടി ഒഴുക്കൻ മട്ടിൽ ഒന്നും മനസ്സിലാവുന്നില്ല. അവളാകെ ടെൻഷനായി. ഒരു ലഗേജ് കൊണ്ടുപോകുന്ന രീതിയിലുള്ള ഒരു വണ്ടിക്ക് നേരെ അതാ ചൂണ്ടിക്കാട്ടുന്നു. ആ ഒരു വണ്ടിയിലേക്ക് കയറുവാനാണ് ആവശ്യപ്പെടുന്നത്. പഠിച്ചോനെ, നാട്ടിലെ പറയുന്ന ഒരു ജീപ്പ് ലോറിയുടെ മോഡലിലുള്ള ഈ ഒരു വാഹനം, ഇതിൽ ഞാൻ എങ്ങനെ കയറും? ഇതിലാണോ എന്നെ കൊണ്ടുപോകുന്നത്? അപ്പോൾ എന്നെ കൊണ്ടുപോകുന്നത് എങ്ങോട്ടാണ്? അറബിയുടെ വീട്ടിലെ വണ്ടി ഇതാണോ? അതായിരുന്നല്ലോ ഇത്ത പറഞ്ഞിരുന്നത് അറബി വീട്ടിലേക്കാണെന്ന്. ആ ഒരു വാഹനം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അവൾ കഴിയില്ല, എനിക്കതിൽ കയറാം എന്നുള്ള രീതിയിൽ കൈകൊണ്ട് ആംഗ്യം കാണിക്കുന്നു. ശരിക്കും അവൾ ഭയപ്പെട്ടു. അതിലെന്തൊക്കെയോ സാധനങ്ങൾ വെച്ച് കൊണ്ടുപോകുന്ന വണ്ടിയാണ്. അതിലെങ്ങനെ ഞാൻ കയറും? അവൾക്ക് ശരിക്കും എന്നെ എന്താ കന്നുകാലിയെ പോലെ കൊണ്ടുപോകുകയാണോ? അവളാകെ പേടിച്ചു. എങ്കിലും ഉള്ള ധൈര്യമെടുത്ത് അവൾ അവിടെ തന്നെ പിടിച്ചു നിന്നു. പിന്നീട് അയാൾ പറഞ്ഞു, ഇതിൽ കയറാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഫ്രണ്ടിൽ കയറിക്കോളൂ എന്നുള്ള രീതിയിൽ എന്തൊക്കെയോ അറബിയിൽ പറഞ്ഞെങ്കിലും അവൾക്ക് തിരിഞ്ഞില്ല. പിന്നീട് ആംഗ്യം കാണിച്ചു കൊടുത്തപ്പോഴാണ് അല്പം ആശ്വാസമായത്. അവൾ വിചാരിച്ചു, പഠിച്ചവനെ, അതിനുള്ളിൽ മറ്റാരെങ്കിലും ഉണ്ടാവുമോ? പേടിച്ചു വിറച്ച അവൾ അതിൽ കയറാൻ മടിച്ചപ്പോൾ അവളുടെ കയ്യിൽ നിന്ന് ആ ബാഗ് അയാൾ പിടിച്ചു വാങ്ങി ആ ഒരു വണ്ടിയുടെ ബാക്കിലേക്ക് എറിഞ്ഞു. എന്നിട്ട് അവളോട് ആജ്ഞാപിച്ചു കയറുവാൻ വേണ്ടി. എന്തൊരു ധൃതിയിൽ അയാൾ പണിക്കിടയിൽ വെച്ച് പോകുന്നതാണെന്ന് തോന്നുന്നു. അതുപോലെ തോന്നും കണ്ടാൽ. അവൾ ഭയത്തോടു കൂടി ആ വണ്ടിയിൽ കയറുന്നു. ഇല്ല, അതിലാരുമില്ല. അയാൾ തന്നെയാണ് ഡ്രൈവർ. വണ്ടി സ്റ്റാർട്ട് ചെയ്തു. അയാൾ എന്തൊക്കെയോ അറബിയിൽ പറയുന്നുണ്ടെങ്കിലും അവൾക്കതൊന്നും മനസ്സിലായില്ല. പലവട്ടം മാസ്മുഖ് എന്ന് ചോദിച്ചെങ്കിലും പിന്നീട് അവൾക്ക് പതുക്കെ അത് മനസ്സിലേക്ക് ഓടിയെത്തി. മസ്മുഖ്, ഇസ്മ, എന്താണ് പേരെന്നായിരിക്കോ? അവൾ ഇത്തക്ക് പറഞ്ഞു കൊടുത്ത ആ ഒരു പേര്
ഫ ഫ അയാൾ വീണ്ടും ഫർസാന ശരിക്കും ഒരു കാട്ടറബിയാണെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാകും. പഠിച്ചോനെ, ഈ കാട്ടറബിയുടെ ഇടയിലേക്കാണോ എന്നെ കൊണ്ടുപോകുന്നത്? അവൾ ഭയപ്പെട്ടു. ആ വാഹനം വളരെ വേഗത്തിൽ ഓടിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. പുലർച്ചെ ഇറങ്ങിയത് കൊണ്ട് തന്നെ നല്ല മഞ്ഞുമുണ്ട്. ശരിക്കും റോഡൊന്നും വ്യക്തമായിരുന്നില്ല. കുറച്ചു കഴിഞ്ഞപ്പോഴിതാ ഡാറിട്ട റോഡിൽ നിന്ന് മറ്റൊരു വഴിയിലേക്ക് ആ വാഹനം തിരിഞ്ഞു പോകുന്നു. അത് മുഴുവൻ മണലാണ്. വലിയ വിശാലമായ മരുഭൂമിയിലേക്ക് കടന്നു. അവൾ അവിടേക്ക് തുറച്ചു നോക്കി. ഇല്ല, കണ്ണെത്താ ദൂരത്തോളം അറ്റമില്ലാത്ത മരുഭൂമിയാണ്. എന്നാൽ അതിനിടെയായിക്കൊണ്ട് അയാൾ ആ വാഹനത്തിൽ നിന്ന് ഒരു വാട്ടറിൻ്റെ കുപ്പിയെടുത്ത് അവളുടെ നേരെ നീട്ടി. അവൾക്ക് നല്ല രീതിയിൽ ദാഹിക്കുന്നുണ്ടായിരുന്നു. ഫ്ലൈറ്റിൽ നിന്ന് എന്തോ ഒരു ഭക്ഷണം കിട്ടിയിരുന്നു. അതൊന്നും ശരിക്ക് കഴിക്കാനും കഴിഞ്ഞിട്ടില്ല. അതിലെന്തോ ഒരു ജ്യൂസോ ഒരു ബ്രെഡോ അങ്ങനെ എന്തൊക്കെയോ. വിശപ്പും ദാഹമൊക്കെ ഉണ്ട്. അയാൾ നീട്ടിയ ആ ഒരു കുപ്പിയിലെ വെള്ളം അവൾ ആർത്തിയോടെ കുടിച്ചു. അയാൾക്ക് ശരിക്കും മനസ്സിലായി ഇവൾക്ക് നല്ല രീതിയിൽ വിശന്നിട്ടുണ്ട് എന്നുള്ള കാര്യവും. വാഹനത്തിൽ നിന്ന് അതാ എന്തോ ഒരു ബോക്സ് എടുത്ത് അവളുടെ നേരെ അയാൾ നീട്ടുന്നു. അതിൽ ഗോതമ്പ് കൊണ്ടുള്ള എന്തോ ഒരു ഐറ്റംസ് ആണെന്ന് അവൾക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലായി. അതോ അറബിക് സ്പെഷ്യൽ എന്തെങ്കിലും ഫുഡായിരിക്കുമോ? എന്തായാലും വേണ്ടില്ല, വിശക്കുന്നുണ്ട് നന്നായിട്ട്. ആ നിമിഷം അവൾ ഓർത്തു, റബ്ബേ, ഞാൻ മാത്രമല്ലല്ലോ, എൻ്റെ വയറ്റിൽ ഒരു കുഞ്ഞുകൂടി ഉണ്ടല്ലോ, അതുകൊണ്ടായിരിക്കും ഇത്രയധികം വിശപ്പ്. ഫ്ലൈറ്റിൽ നിന്ന് കഴിക്കാം എന്ന് പറഞ്ഞ് ആ ബാഗിൽ വെച്ച എന്തോ ഒരു സാധനമുണ്ടായിരുന്നു. അതൊന്നും ഇപ്പോൾ എടുക്കാൻ വയ്യ, അതൊന്നും കഴിക്കാനും കഴിയൂല. ആ ലഗേജെല്ലാം ആ വാഹനത്തിൻ്റെ ബാക്കിലാണുള്ളത്. വിശപ്പിൻ്റെ കാഠിന്യം കൊണ്ട് അയാൾ നൽകിയ ആ ഒരു ഫുഡ് അവൾ വേഗം വാങ്ങി. അവൾ പെട്ടെന്ന് തന്നെ പട്ടിണി കിടന്ന ആളിൻ്റെ മുമ്പിൽ ബിരിയാണി കിട്ടിയ പോലെ ശരിക്കും അവളത് വലിച്ചു വാരി തിന്നുകയായിരുന്നു. അത്രയ്ക്ക് വിശപ്പുണ്ടായിരുന്നു. സാധാരണയായി ഫുഡിൽ, കേരള ഫുഡിൽ പ്രത്യേകിച്ച് ഉപ്പ്, പുളി, എരിവ് ഇതെല്ലാം ഉണ്ടാകാറുണ്ട്. പക്ഷേ ഇതിൽ ശരിക്ക് ഉപ്പ് പോലും ഇടാത്ത രീതിയിലുള്ള ഒരു ഫുഡ് അറബികളുടെ ഫുഡായിരിക്കും. എന്താണെന്നറിയില്ല. അവളത് ആർത്തിയോടെ കഴിച്ചു. ഗോതമ്പിൽ എന്തോ ചിക്കനോ അതോ ബീഫോ മട്ടനോ എന്തോ ഒന്ന് ഇട്ട് വെച്ച പോലുള്ള ഒരു ഫുഡായിരുന്നു അത്. പക്ഷേ എരിവും പുളിയും ഉപ്പും ഒന്നും ഇല്ല. എങ്കിലും അവളിത് കഴിച്ചു. സ്പീഡിൽ പോകുന്ന ആ വാഹനത്തിൽ നിന്ന് അയാൾ വെള്ളവും ആ ഭക്ഷണവും നൽകിയത് കൊണ്ട് തന്നെ വലിയൊരു ആശ്വാസം. സത്യം പറഞ്ഞാൽ ഫ്ലൈറ്റിൽ നിന്നും ഉറങ്ങുവാനേ കഴിഞ്ഞിട്ടില്ലായിരുന്നു. ഒരു പേടി. ഇപ്പോഴതാ അവൾക്ക് പതുക്കെ ഉറക്കം വരുന്നു. ആ യാത്രയിൽ അവളതാ പതുക്കെ പതുക്കെ ഉറക്കത്തിലേക്ക് വഴുതി വീണുകൊണ്ടിരുന്നു. എങ്ങോട്ടാണ് പോകുന്നതെന്നോ എവിടെ എത്തിപ്പെടുമെന്നോ ഒന്നും അറിയുന്നില്ല. വിശപ്പടങ്ങിയപ്പോൾ ഉൾക്ക് പതുക്കെ ഉറക്കം അവളിലേക്ക് വന്നു തുടങ്ങി. അറിയാതെ അവളതാ മയങ്ങിപ്പോകുന്നു. അയാൾ അപ്പോഴും എന്തൊക്കെയോ അറബിയിൽ ചോദിക്കുന്നു പറയുന്നുണ്ടായിരുന്നു. പക്ഷെ അവൾക്കൊന്നും മറുപടി ഉണ്ടായിരുന്നില്ല. അവൾ ഉറങ്ങിയെന്ന് അയാൾ ശരിക്കും മനസ്സിലാക്കുന്നു. എങ്കിലും അയാൾ വാഹനം നിർത്താതെ ഓടിച്ചു കൊണ്ടിരിക്കുകയാണ്. ഏകദേശം 3-3.5 മണിക്കൂറോളം വാഹനമോട്ടം. അതിൽ കാര്യമായിട്ട് മരുഭൂമികൾ. എങ്ങോട്ടാണ് പോകുന്നത് എന്നും ഒരു പിടുത്തവുമില്ല. അവൾ പതുക്കെ ഒന്ന് കണ്ണു തുറന്നപ്പോഴും അല്ലാ, ഞാനെവിടെ? പിന്നീടാണ് അവൾക്ക് ആ യാഥാർത്ഥ്യം മനസ്സിലായത്. ഇല്ല, ഞാൻ എങ്ങോട്ടോ പോവുകയാണ്. എന്നാൽ അതാ മരുഭൂമിയും കഴിഞ്ഞ് ഒരു ഓഫ് റോഡിലേക്കാണ് അത് പ്രവേശിച്ചത്. കല്ലും മുട്ടികളും നിറഞ്ഞ ഒരു പാറക്കൂട്ടങ്ങളുടെ ഇടയിലൂടെ മറ്റൊരു വഴി. അവൾ ശരിക്കും ഞെട്ടി. ഇല്ല, പുറം ലോകവുമായിട്ട് യാതൊരു ബന്ധവുമില്ലെന്ന് തോന്നുന്നുണ്ട്. ഇവിടെ എങ്ങോട്ടാണാവോ? ശരിക്കും കാട്ടറബി തന്നെയാണ് തന്നെ കൊണ്ടുപോകുന്നതെന്ന് അവൾക്ക് വീണ്ടും വീണ്ടും ബോധ്യപ്പെട്ടു. അല്ലാതെ സാധാരണ അറബികളെ ഇത്രയധികം റിസ്ക്കുള്ള സ്ഥലത്തൊന്നും ഇവർ ജീവിക്കില്ല. അതിന് പറ്റിയ ഒരു വാഹനമുണ്ട് അയാളുടെ കയ്യിൽ. ഫർസാന അതാ അയാളുടെ കൂടെ യാത്ര തുടരുന്നു. അവൾക്ക് ഒന്നും അറിയുന്നില്ല. എന്തൊക്കെ തന്നെയായാലും ഒരു കാര്യം അവൾക്ക് ഉറപ്പായി. നാട്ടിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടിരിക്കുന്നു. ഇനി ഒരിക്കലും രാജേഷിൻ്റെ കൈകളിൽ ഞാൻ പെടില്ല എന്നുള്ളൊരാശ്വാസം അവളെ ധൈര്യമുള്ളതാക്കി. എന്തായാലും വേണ്ടില്ല, ഗോതമ്പും വെള്ളം കുടിച്ചിട്ടാണെങ്കിലും വേണ്ടില്ല, ഇവിടെ കഴിയുക തന്നെ, അല്ലാതെ രക്ഷയില്ല. അവളുടെ യാത്ര തുടർന്നുകൊണ്ടേയിരുന്നു.
ആ കാട്ടുറബി അവളെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്, എവിടെ എത്തിച്ചേരും എന്നെല്ലാം നമുക്ക് കാത്തിരുന്ന് കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.